വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. നേന്ത്രപ്പഴം തൊലിയെല്ലാം കറുത്തുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ മടിയായിരിക്കും. ആ സമയത്ത് ഈ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം ഇഷ്ടത്തോടെ ഇത് കഴിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴവുമാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പാനിയാണ്. 2 അച്ച് ശർക്കര, 1 നുള്ളു ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നന്നായി തണിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനി ജാറിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. മിക്സ് ഞാനിവിടെ ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഗോതമ്പ് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഈ മിശ്രിതം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പഴം ചേർത്തത് കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ പാൽ ചേർത്ത് കഴിഞ്ഞാൽ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനു വേണ്ടി ചട്ടിയിൽ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ കൈകൊണ്ട് നുള്ളിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നമ്മൾക്ക് കുറേശ്ശെയായി മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം മാവ് ചേർത്ത ഉടനെ തന്നെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗം കുക്കായി കിട്ടുകയുമില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്ത് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മാത്രമാണ് നമ്മളിത് കോരി മാറ്റുന്നത്. അപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടുപ്പിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഈ ഒരു രീതിയിൽ എല്ലാ മാവും ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.